ഉച്ചയ്ക്ക് ശേഷമുള്ള ട്രിപ്പിന് ഇറങ്ങിയതാണ്. ട്രിപ്പായിട്ടില്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നെട്ടയിലാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. വണ്ടിയിൽ മെമ്പേഴ്സ് കൂടുതലായിരിക്കുമ്പോ എന്റെ സീറ്റ് ഇതാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ പോകാനായിട്ട് ശബാന ഇല്ലായിരുന്നു, അവള് ട്രിവാൻഡ്രത്തോട്ട് പോയേക്കാണ്. ഇതുവരെ പറഞ്ഞിട്ടില്ലേ? എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, എല്ലാം മനസ്സിലായി. നെട്ടയിലുള്ള അക്ഷയപാത്രത്തിലോട്ടാണ് കഴിക്കാൻ പോകാൻ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അവിടുത്തെ ക്യൂ കണ്ടിട്ട് നമ്മൾ അവിടെ കയറില്ല ഗൈസ്. അവിടെ കയറിയിരുന്നെങ്കിൽ നമ്മൾ ഇന്നും നാളെയും അവിടെ ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ദേ ഈ കാണുന്ന കായലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് ആ മീൻ കൊണ്ടുള്ള സ്പെഷ്യലാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കാർ സൈഡാക്കിയിട്ട് ഈ ഒരു അർജുൻ ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഫിഷ് എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി, സിലോപ്പി, കടലിലെ കട്ട്ല, അങ്ങനെ എന്താണ് ഗൈസ് ഇതിനെ പറയുന്നത്. അങ്ങനെ ഈ അങ്ങനത്തെ ഫിഷൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൊരിച്ചതുണ്ട്. ഇത് റോ, ഇത് 200, ഇത് 300. 200 റോ കാണാം. ഞങ്ങള് കട്ട്ല തലക്കറിയും കൽപ്പാത്തി ഫ്രൈ, കപ്പ, ഊണ് അതൊക്കെയാണ് ഗൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന ഒരു വ്യൂ ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുഡ് വന്നാൽ ഞാൻ പിറക്കോട്ടും ഫ്രണ്ടിലോട്ടും നോക്കാറില്ല ഗൈസ്. ഫുഡിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെയറിലൊക്കെ ഇരുന്ന് സെറ്റ് ആയപ്പോഴത്തേക്കും ഇലയൊക്കെ കൊണ്ടിട്ടിട്ട് ഫസ്റ്റ് തന്നെ കപ്പയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കപ്പ കഴിക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഊണാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മെയിൻ ഐറ്റം വന്നിട്ടുണ്ട് തലക്കറി. ഷെയ്സുവിന് ആ ചെയറിൽ ഇരിക്കുന്നതേ കാണാനുണ്ടായിരുന്നില്ല. അവളാണെങ്കിൽ ഒന്നും കഴിച്ചില്ല ഗൈസ്. കാർട്ടൂണും കണ്ട് തന്നെ അങ്ങ് ഇരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും പുളിയില്ല, ഉപ്പില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമല്ലോ ഗൈസ്. ഈ ഒരു ഫിഷ് ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് തലക്കറിയെ കാട്ടിലും ഫ്രൈ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് ആ ചട്ടിയിൽ നിന്ന് ഇപ്പൊ കോരി എടുത്തുകൊണ്ട് ഇട്ടതേ ഉള്ളൂ. ദ്രോഹി കണ്ണെടുത്ത് കഴിച്ചു. എത്ര ഇതുണ്ടാ ഒരു കണ്ണൊക്കെ ആദ്യം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. ഞാൻ കഷ്ടപ്പെട്ടതിന് തൊട്ട് എന്റെ തല വെച്ചു അടി ഉണ്ടാക്കാ കഴിക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? നോർമൽ. ഓക്കെ 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 ഓക്കെ. മസാല കൂട്ടി കഴിച്ചിട്ട് എങ്ങനെയാണ്? ഇനി അടുത്ത ചെയ്തിനെയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഒരു കായൽ മീനിന്റെ ടേസ്റ്റ്. ചൂട് മാറി അല്പ ചൂട് മാറി നല്ല ചൂട് രുചി കിട്ടും. പിന്നെ മീനൊക്കെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ചോറ് വന്നു, കറികൾ വന്നു, അങ്ങനെ ഓരോന്നും വന്നു ഗൈസ്. ഊണും കറികളൊക്കെ അടിപൊളിയായിരുന്നു. ഫിഷ് ഈ കായൽ മീനായതിന്റെ ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലോ, അതും കൂടെയൊക്കെ കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടേസ്റ്റ് വേറെയാണെന്ന് പറഞ്ഞെങ്കിലും കണ്ടോ ഗൈസ്, ഒരു മുള്ളു പോലും ബാക്കി വെക്കാതെ നമ്മുടെ മുനീർ ഭായ് ആ മീനെ കൊന്നു തിന്നുവാണ്. ചപ്പാത്തിയാ? എന്തൊരു കൽപ്പാത്തി അല്ല, ഇത് കട്ട്ല. കറി കട്ട്ല, നമ്മള് ഫ്രൈ കൽപ്പാത്തി. ഓക്കെ. ഇത് മുനിയറിന്റെ ആളിയാനെ കൊടുക്കണം. ഇതിന്റെ തല കുഴിച്ചിട്ടാലേ ഇതിന്റെ കുഞ്ഞു കിട്ടും. സംഭവം വെച്ചാൽ അല്ലമീൻ ചെറിയ പരിപാടിയൊക്കെ ഉണ്ട്. മറ്റേ മീന്, കോഴി, അതുകൊണ്ട് അല്ലമീൻ ഇങ്ങനെ തലയൊക്കെ കിട്ടിയ അല്ലമീൻ കുറെ തലയുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാണ്.
അങ്ങോട്ട് തന്നെ പോയി ഇറങ്ങാനുള്ള സ്ഥലം അല്ലേ? അവിടെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഗൈസ് ഈ കടയില്. നമ്മൾ പോകുന്ന വഴി ഈ ഒരു ലോറിക്കകത്ത് ഫുള്ള് കുരങ്ങന്മാരായിരുന്നു ഗൈസ്. അമ്മ, അച്ഛൻ, അമ്മ, മക്കള്, അങ്ങനെ കൂട്ടുകുടുംബമായിരുന്നു ഗൈസ്. കുറേ പേരുണ്ടായിരുന്നു. കുരങ്ങന്മാരെ നമ്മളെ കണ്ടിട്ട് നീയൊക്കെ ആരാടാ എന്നൊരു മുഖഭാവ വരെ മുഖത്തൊന്നും ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ മുകളിലോട്ട് നോക്കിയപ്പോഴത്തേക്ക് 2 അമ്മമാര് തൻ്റെ കൊച്ചുങ്ങളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ് ഗൈസ്. അത് കാണാൻ എന്തോ ഒരു ഇതായിരുന്നു ഗൈസ്. തോനെ നേരം നമ്മൾ ആ കുരങ്ങന്മാരെയൊക്കെ കണ്ട് അവിടെ കുറേ നേരം കാറ് നിർത്തിയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോയത് നെയ്യാർ ഡാമിലോട്ടാണേ. ഇന്ന് രാവിലെ തൊട്ടേ മൊത്തം ഒരു വെള്ളമയമായിരുന്നു ഗൈസ്. ഇവിടുത്തെ ഒരു വ്യൂ ആണെങ്കിൽ പിന്നെ പറയണ്ട, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളേ നെയ്യാർ ഡാമിലോട്ട് വരാനായിട്ട്. ഇവിടുന്ന് പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. കാരണം എല്ലാവരുടെ ഫോണും ഡെഡായി, ഓൾമോസ്റ്റ് എല്ലാവരുടെ ഫോണും ഡെഡായി ഗൈസ്. എൻ്റെ ഇതിലിപ്പം ഈ സമയത്ത് ഞാൻ എടുക്കുന്ന സമയത്ത് 7% എത്രങ്ങാണ്ടേ ഉണ്ടായിരുന്നു. എനിക്കിന്നൊരു അടിപൊളി ഡേ ആയിരുന്നു ഗൈസ്. അമ്പൂരി മലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളെല്ലാവരും നേരെ ചായ കുടിക്കാനായിട്ടാണ് പോയത്. ഞാൻ ഹോർലിക്സും ഈ ഒരു ബജ്ജിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷെയ്സും ചായയും തമ്മിലുള്ള പരാക്രമങ്ങളാണ് നിങ്ങളിൽ കാണുന്നത്. പിന്നെ നമ്മളെല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ എന്നെ കൊണ്ടുവിടാനായിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഗൈസ് ബൈ ബൈ, ഞാൻ പോണു. എന്നെ വീട്ടിലാക്കിയിട്ട് ഇവര് പോവാണ് ഗൈസ്. ഇന്നത്തെ ട്രിപ്പ് വളരെ വളരെ മനോഹരമായിരുന്നു എൻ്റെ ജീവിതത്തിലെ. ഓക്കെ, എൻ്റെ ബോട്ടിൽ ലീക്കായി കാണും. ബൈ ബൈ, എല്ലാരും ചത്ത്.